ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹാപ്പി ചേണി തീം കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നത്. പിന്നെന്താ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ നമ്മുടെ മെയിൻ. അങ്ങനെ സ്റ്റിക്കറോ ഫോണ്ടൻറ്റോ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കുഞ്ഞു കേക്ക് മതിയെന്നായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ്സും ഒക്കെ ആയിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റിൽ തന്നെ ഒരു പ്ലെയിൻ സെറ്റാക്കി. പിന്നെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് എന്താ പറയുക ക്ലൗഡ്സ് പോലെ ഒരു എഫക്റ്റും കൊടുത്തു. അത് കഴിഞ്ഞതാ നമ്മൾ കേക്കിലേക്ക് ഇതെല്ലാം പ്ലേസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പ്ലെയിനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് പോകാനായിട്ടുള്ള വഴിയാണ് നമ്മൾ ഇനി വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ കേക്ക് കാണാൻ നല്ല രസമുണ്ട്. എന്നിരുന്നാലും കുറച്ചും കൂടി ഭംഗിയാവട്ടെ എന്നോർത്ത് ആ ക്ലൗഡ്സിൻ്റെ എഡ്ജിലായിട്ട് നമ്മൾ ആ കൊടുത്തേക്കുന്ന ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ആ ഡിസൈൻ നമ്മളൊന്നും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് എന്താ പറയുക കട്ടിയാവാൻ തുടങ്ങി. പിന്നെ അത് മെൽറ്റ് ചെയ്യാനായിട്ട് ഒന്നും കൂടി വെച്ചു. ആ നേരം കൊണ്ട് നമ്മൾ കേക്കിലേക്കുള്ള ഹാപ്പി ജേണി എന്നുള്ളത് ഫോണ്ടൻറ്റിലല്ല കേട്ടോ, ചോക്ലേറ്റിൽ മോൾഡിൽ ചെയ്തെടുത്തിട്ടുണ്ടായി. അപ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി വന്നു. പിന്നെ നമ്മൾ ബാക്കി ക്ലൗഡ്സും കൂടി കംപ്ലീറ്റ് ചെയ്തു. ഫൈനലി അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയേക്കാണ്. പക്ഷേ കസ്റ്റമർ കൊടുക്കാനുള്ള ധൃതി കൊണ്ട് കേക്കിൻ്റെ ഫോട്ടോ ഇത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ.